ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റായ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്നതിലെ 2ാമത്തെ പാഠമാണ്. കടങ്കഥ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതൊരു കഥയാണ്. ഈ കഥയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് വേണ്ട 5ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD 5 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതല്ല മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാലും മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലി കളിക്കുന്നത് നാട്ടുശീലമാണ്. പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ. കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ. അവയിൽ പലതും ഏറെ രസകരവും. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛൻ്റെ ചുറ്റും തടിച്ചുകൂടും. കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ്. മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും. കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരിഷ്ടമുണ്ട്. തൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും. ഞെട്ടില്ല വട്ടയില, പപ്പടം. ചോദ്യം തീരും മുൻപേ വരും കുട്ടികളുടെ ഉത്തരം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ. ഇട്ടാപ്പൊട്ടും ഇംഗ്ലീഷ് മുട്ട, കടുക്. കാള കിടക്കും കയറോടും, മത്തനും മത്തൻ ചെടിയും. അടിക്കാത്ത മുറ്റം, ആകാശം. ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി, കൈതച്ചക്ക. കറിക്ക് മുമ്പൻ ഇലയ്ക്കു പിമ്പൻ, കറിവേപ്പില. കിക്കിലുക്കം കിലുകിലുക്കം, ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി, പല്ല്. കടങ്കഥ ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു. എല്ലാറ്റിനും എടുപിടിയെന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു. മുത്തച്ഛൻ ഒന്ന് ഇളകിയിരുന്നു. മുത്തച്ഛൻ തോറ്റു പിന്മാറിയെന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ. എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. നിങ്ങളെല്ലാം മിടുക്കരാണ് കേട്ടോ. നിങ്ങളോട് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒരെണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമെന്ന് നോക്കാലോ. മുത്തച്ഛൻ ചോദിക്ക്, ഞങ്ങൾ പറയാം. എങ്കിൽ കേട്ടോളൂ. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി, ഉത്തരം പറ. മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞ മുത്തച്ഛ, ഞങ്ങൾക്ക് വ്യക്തമായില്ല. കുട്ടികൾ ആവശ്യപ്പെട്ടു. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി, ഉത്തരം പറ. കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. അവർ പരസ്പരം നോക്കി. ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടില്ല. ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു. മുത്തച്ഛനാണെങ്കിൽ വിജയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു ബിരുദൻ പറഞ്ഞു. ഉത്തരം ഞാൻ പറയാം, ആന. അത് ശരി, തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ? മുത്തച്ഛൻ ചോദിച്ചു. നാണിച്ചു പൊളിച്ച് അവൻ തല താഴ്ത്തി. മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു. ഞങ്ങൾ തോറ്റു. ഇനി മുത്തച്ഛൻ ഉത്തരം പറ, കുട്ടികൾ പറഞ്ഞു. ഉത്തരം പറ, മുത്തച്ഛൻ ആവർത്തിച്ചു. ഞങ്ങൾക്കറിയില്ല, ഉത്തരം പറ. ഉത്തരം പറ. ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ? കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കണേ? ഉത്തരം പറ എന്ന് വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണെന്ന്. മുത്തച്ഛൻ്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷാ പിടിച്ചു. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന പുസ്തകമാണ് പുനരാഖ്യാനം ചെയ്തത് ഡോക്ടർ K. ശ്രീകുമാറാണ്. മക്കളെ, നിങ്ങൾക്ക് മുത്തച്ഛൻ്റെ ഈ കുസൃതി ഇഷ്ടമായോ? എങ്കിൽ നമുക്കിനി ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. കടങ്കഥ ചന്തം. ആന കയറാം മലയിൽ, ആളു കയറാം മലയിൽ, 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം പറയാമോ? എന്താണ് മക്കളെ ഉത്തരം? ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് അല്ലേ? ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട്? ചർച്ച ചെയ്യൂ. ഈ കടങ്കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല താളത്തിലും ഈണത്തിലും വായിക്കാനാവുന്നുണ്ട്. കൂടാതെ ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ ആ ആവർത്തന ഭംഗിയും ഈ കടങ്കഥയ്ക്ക് കൈവരുന്നു. ഇനി ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനന്നേരം വെണ്ണിലാ വഞ്ചിച്ചു ചൊന്നാൻ. ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കൂ. ഇത് നിങ്ങൾ ലൈബ്രറിയിലും മറ്റും പോയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് കടങ്കഥകളും പഴഞ്ചൊല്ലുകളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കണേ. അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. കടങ്കഥ പയറ്റ്. കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കൂ. മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കഥ പയറ്റ് പോലെ ക്ലാസ്സിൽ ഒരു കടങ്കഥ പയറ്റ് നടത്തൂ. അകത്തറുത്താൽ പുറത്തറിയും, ഉത്തരം ചക്കപ്പഴം. അകത്ത് തിരിതെറുത്തു, പുറത്ത് മുട്ടയിട്ടു, കുരുമുളക്. അകത്ത് പോയപ്പോൾ പച്ച, പുറത്തു വന്നപ്പോൾ ചുവപ്പ്, വെറ്റില മുറക്ക്. അകത്ത് രോമം പുറത്തിറച്ചി, മൂക്ക്. അകന്നു നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും, ഉത്തരം ക്യാമറ. അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില,
പപ്പടം. അകമെല്ലും തോലും പുറം പൊന്തം പൊന്തം. വൈക്കോൽ തുറു. അകത്തിരുന്നു പുറത്തേക്ക് നാവ് നീട്ടി. ഓവ്. അക്കരെ നിൽക്കും കാളക്കുട്ടന് 62 മുടിക്കയറ്. മത്തത്തണ്ട്. അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കരെ നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി. കൺപീലി. അക്കരെ വെടിവെട്ടുമ്പോൾ ഇക്കരെ കുട വിരിയുന്നു. ഇടിവെട്ടി കൂൺമുളയ്ക്കുക. അങ്ങു കിടക്കണ മൊന്തൻ കാളയ്ക്കെത്തര നീണ്ട മുടിക്കയറ്. മത്തൻ. അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടി മുറ്റത്തൊന്നുരുണ്ടു. കുരുമുളക്. അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മയ്ക്ക് ഇങ്ങേ വീട്ടിലെ മുറ്റമടി. മുളംപട്ടിൽ. അങ്ങേലെ മുത്തി മുക്കിലിരിക്കും ഇങ്ങേലെ മുത്തി മുക്കിലിരിക്കും. ചൂല്. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും. തുലാസ്. അച്ഛനൊരു പട്ടു തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല. ചേമ്പില താമരയില. അച്ഛൻ തന്നൊരു ചോറ്റുരുള തിന്നിട്ടും തിന്നിട്ടും തീരണില്ല. അമ്മിക്കുഴ. അച്ഛൻ തന്ന കാളയ്ക്ക് കൊമ്പ്. കിണ്ടി. അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മോൾ മണിമണി. ചക്ക. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു. കയ്യിൽ ചോറുരുള. അടയുടെ മുൻപിൽ പെരുമ്പട. തേനീച്ചക്കൂട്. അടിപാറ നടുവടി മീതെ കുട. ചേന. അടിമദ്ദളം ഇല ചുക്കിരി കായ് കൊക്കര. പുളിമരം. അടിക്കൊരു വെട്ട് നടുക്കൊരു വെട്ട് തലയ്ക്കൊരു ചവിട്ട്. മെതിക്കൽ. അടിച്ചുവാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. നക്ഷത്രങ്ങൾ. അടുക്കള കോവിലിൽ 3 ദൈവങ്ങൾ. ഉത്തരം അടുപ്പ്. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ടോടുന്നു. എലി. അട്ടത്തുണ്ടൊരു കൊട്ടത്തേങ്ങ തച്ചു പൊളിക്കാൻ കത്തിയാളില്ല. അമ്പിളിമാമൻ. അതെടുത്തിതിലേക്കിട്ടു ഇതെടുത്തതിലേക്കിട്ടു. പായനെയ്ത്ത്. അനുജത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചച്ച് മൂത്തച്ചി മഞ്ഞച്ച്. ഇല. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല. ആമ. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല. കൊടിമരം. അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണപ്പന്തലിൽ. തേങ്ങയും തെങ്ങിൻ പൂക്കുലയും. അമ്മ കറുത്ത് മകൾ വെളുത്ത് മകളുടെ മകളോ അതിസുന്ദരി. വെള്ളില. അമ്മ കിടക്കയിൽ മകൾ നൃത്തശാലയിൽ. അമ്മിക്കല്ലും കുഴവിയും. അമ്മ കിടക്കും മകളോടും അമ്മിക്കല്ലും കുഴവിയും. അമ്മ കൊലുന്നനെ മക്കൾ കുരുന്നനെ. കവുങ്ങ്. അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മകനില്ലാതാവും. തീപ്പട്ടിയും തീക്കൊള്ളിയും. അമ്മയെ തൊട്ട മകൻ വെന്തു മരിച്ചു. തീപ്പട്ടിക്കൊള്ളി. അമ്മയ്ക്ക് അതിസാരം പിള്ളയ്ക്ക് തലകറക്കം. തിരികല്ല്. അമ്മയ്ക്ക് വാലില്ല മകൾക്ക് വാലുണ്ട്. തവള. അരയുണ്ട് കാലുണ്ട് കാലിനു പാദമില്ല. പാൻറ്. അരയ്ക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു. ചൂല്. അവിടെ കണ്ടു ഇവിടെ കണ്ടു പിന്നെ കണ്ടില്ല. മിന്നൽ. അഴിയെറിഞ്ഞ അമ്പലത്തിൽ കിളിയിരുന്നു കൂത്താടുന്നു. നാവ്. ആ പോയി ഈ പോയി കാണാനില്ല. മിന്നാമിനുങ്ങ്. ആകാശത്തിലൂടെ തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു. പട്ടം പറത്തൽ. ആകാശത്തിലെത്തുന്ന തോട്ടി. കണ്ണ്. ആകാശം മുട്ടെ വളരും മരം കൊക്കയിരിക്കാൻ പറ്റൂല. പുക. ആടിയോടി വരുന്ന വെമ്പാല മൂർഖൻ്റെ പേര് പറയാമോ? തീവണ്ടി. ആന കയറാമല ആടുകേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. നക്ഷത്രങ്ങൾ. ആനയെ കാണാൻ വെളിച്ചമുണ്ട് ബീഡി കത്തിക്കാൻ തീയില്ല. ടോർച്ച്. ആനയ്ക്കും നിലയില്ല പാപ്പാനും നിലയില്ല കുത്തിക്കണ്ണന് അരയോളം വെള്ളം. തവള. ആനയ്ക്കും പാപ്പാനും നിലയ്ക്കാത്ത വെള്ളത്തിൽ കാവശ്ശേരി കുട്ടികൾക്ക് കഴുത്തറ്റം വെള്ളം. ആമ്പൽപ്പൂവ്. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല. ഉത്തരം പുളിമരം. 1000 ആളുകൾ ചെത്തിപ്പണിത ചിത്രക്കൂടക്കല്ല്. തേനീച്ചക്കൂട്. 1000 കിളിക്ക് ഒരു കൊക്ക്. വാഴക്കൂമ്പ്. 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൺ. ചൂല്. 1000 കുറിയരി അതിലൊരു നെടിയരി. നക്ഷത്രങ്ങളും ചന്ദ്രനും. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. വാഴക്കുല. 1000 തിരിതെരച്ച് അതിനുള്ളിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ പേര് പറയാമോ? ഉണ്ണിത്തണ്ട്. 1000 വള്ളി അരുമവള്ളി അമ്മയ്ക്കതിനോട് ഏറെ ഇഷ്ടം. തലമുടി. ആരാലും അടിക്കാത്ത മുറ്റം. ആകാശം. ആരും കാണാതെ വരും ആരും കാണാതെ പോകും. കാറ്റ്. ആരും തൊടാത്തൊരു ഇറച്ചി കഷ്ണം. തീക്കട്ട. ആരോടും മല്ലടിക്കും വെള്ളത്തോട് മാത്രമില്ല. അഗ്നി. ആവശ്യക്കാരൻ വാങ്ങുന്നില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. ശവപ്പെട്ടി. ആർക്കും നിലയില്ല ആനയ്ക്കും നിലയില്ല അമ്പാടി കൃഷ്ണൻ്റെ അരയറ്റം വെള്ളം. തവള. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുപരിചിതമായ കുറച്ച് കടങ്കഥകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്കഥ പയറ്റിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കഥയിലും കടങ്കഥ. വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അതിഥി പറഞ്ഞു, ഊണിന് 108 കൂട്ടം കറി വേണം. ഊണ് കഴിഞ്ഞാൽ 3 ആളെ തിന്നണം, 4 ആൾ ചുമക്കണം. ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു. അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം. കുളിച്ചു വരാൻ പറയൂ. മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക? അറിയണ്ടേ? കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട്. കണ്ടെത്തി വായിക്കൂ. ആ കഥയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുകയും വേണം.
ആദ്യം നമുക്ക് ആ കഥയുടെ ബാക്കി നോക്കാം. വളരെ ബുദ്ധിമതിയായ ആ മകൾക്ക് അതിഥി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിരുന്നു. 108 കൂട്ടാൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി ഉണ്ടായാൽ 108 കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണം എന്നാണ്. അവസാനം അദ്ദേഹത്തെ 4 പേര് ചുമക്കണം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കിടക്കണം, അതിന് കട്ടിൽ വേണമെന്നാണ്. ഇക്കാര്യങ്ങളെല്ലാം യുവതി അച്ഛന് വിവരിച്ചു കൊടുത്തു. യുവതിയുടെ ബുദ്ധിസാമർഥ്യത്തിൽ ആകൃഷ്ടനായ അതിഥി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും യുവതിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആ കഥയുടെ ബാക്കി. പറയിപെറ്റ പന്തിരുകുലം എന്നുള്ള ഒരു ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ് കേട്ടോ. കഥയെക്കുറിച്ചുള്ള കുറിപ്പ് നോക്കാം. ഐതിഹ്യപ്രകാരം വിക്രമാദിത്യൻ്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യയിലുണ്ടായ 12 മക്കളാണ് പറയിപെറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ 12 മക്കളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരും ആയിരുന്നുവെന്നും ഐതിഹ്യകഥകൾ പറയുന്നു. എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള സന്ദേശമാണ് ഈ ഐതിഹ്യം നൽകുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലാണ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്ര ഗവേഷകനായ ശ്രീ കെ ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ അഭിപ്രായത്തിൽ ഈ ഐതിഹ്യം പ്രചരിപ്പിക്കുന്നത് നമ്പൂതിരിമാരാണ്. സമൂഹത്തിൽ നാനാജാതി മതവിഭാഗക്കാരുണ്ടെങ്കിലും അവരെല്ലാവർക്കും ഒരേ കർമ്മമാണ് നിർവഹിക്കാനുള്ളതെന്നും എല്ലാവരും സമന്മാരാണ് എന്ന സന്ദേശവുമാണ് പറയിപെറ്റ പന്തിരുകുലം സമൂഹത്തിന് നൽകുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. കടങ്കഥയിലെ ഭാഷ. നമുക്കിവിടെ കടങ്കഥയിലെ ഭാഷയും സാധാരണ ഭാഷയും തന്നിട്ടുണ്ട്. മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നാണ് കടങ്കഥയിലെ ഭാഷ. സാധാരണ ഭാഷ കിണർ. പിന്നെ കൊക്കിരിക്കും കുളം വറ്റി വറ്റി, കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി, മുള്ളുണ്ട് മുരിക്കില്ല, കയ്പുണ്ട് കഞ്ഞിരമല്ല, പാവയ്ക്ക. ഇനി ഇതുപോലെ മറ്റു ചില കടങ്കഥകളെ കൂടി ഉൾപ്പെടുത്തി സാധാരണ ഭാഷയിൽ എഴുതാമോ? സാധാരണ ഭാഷയ്ക്കും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തൂ. മറ്റു ചില കടങ്കഥകൾ നോക്കൂ. അകത്തു തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു. അത് കടങ്കഥയിലെ ഭാഷയാണ്. സാധാരണ ഭാഷയിൽ കുരുമുളക്. അകത്തു പോയപ്പോൾ പച്ച, പുറത്തു വന്നപ്പോൾ ചുവപ്പ്, വെറ്റില മുറക്ക്. അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില, പപ്പടം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി, കൺപീലി. ഇനി സാധാരണ ഭാഷയ്ക്കും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സാധാരണ ഭാഷ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതും ലളിതവുമാണ്. എന്നാൽ കടങ്കഥകളിലെ ഭാഷ തീർത്തും വ്യത്യസ്തമാണ്. കടങ്കഥകൾ പറയുമ്പോൾ തന്നെ നല്ല കാവ്യഭംഗി നമുക്കതിന് തോന്നാറുണ്ട്. ചില കടങ്കഥകളിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെയും പ്രാസമൊപ്പിക്കുന്നതിൻ്റെയും ഭംഗി നമുക്ക് കാണാം. സാധാരണ ഭാഷയിൽ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ കടങ്കഥയിൽ കാര്യങ്ങൾ പറയാതെ പറയുന്ന ഭംഗിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിലൊളിച്ചിരിക്കുന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അതും കടങ്കഥയ്ക്ക് അഴകു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് കടങ്കഥ എന്ന പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾ മനസ്സിലായോ? വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്